ഹല്ലേലൂയ. ശരിക്കും നമ്മൾ ഈശോയോട് കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ മനോഭാവം ഇതായിരിക്കണം. എൻ്റെ ഇഷ്ടമല്ല, ആരുടെ ഇഷ്ടം നടക്കണം. നമ്മൾ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് എവിടെ വെച്ചാണ്? എൻ്റെ ഇഷ്ടമല്ല, ഈശോയുടെ ഇഷ്ടം. എനിക്ക് ആഗ്രഹം ഇതാണ്, എനിക്ക് ഇതിലെ കൂടെ പോകണമെന്നൊക്കെയാണ് ആഗ്രഹം, എനിക്ക് ഇത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് ഞാൻ ഈശോയോട് പറയുകയും ചെയ്യാം. ഈശോ എനിക്കിത് വേണം, എനിക്ക് ഈ ജോലി വേണം, എനിക്ക് ഈ സ്ഥലത്തേക്ക് വേണം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ മനോഭാവം എന്താ? എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം. നമുക്ക് ഈ വലിയ സങ്കടം വരുന്നത് എന്നാന്നറിയോ? അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലേ, ഞാൻ ചോദിച്ചൊന്നും കിട്ടിയില്ലേ. എന്നെ അങ്ങനെ സങ്കടം വരാൻ കാരണം, നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഈ സ്ഥലത്തേക്കാണ് ജോലിക്ക് പോകേണ്ടത്, എനിക്ക് ഈ ആളെയാണ് വേണ്ടത്, എനിക്ക് ഈ കാര്യമാണ് നടന്നു കിട്ടേണ്ടത്. നമ്മൾ ഈ ആഗ്രഹം ഈശോട് പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, വേറെ ആരോട് പറയാനാണ്. പക്ഷെ എൻ്റെ അവസാന പ്രാർത്ഥന നമ്മൾ പൂർത്തിയാക്കുന്നില്ല. ഈശോ പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിക്കണം. ഈ പാനപാത്രം പോകണമെന്നാണ് ആഗ്രഹം, ഇത് കിട്ടണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കണം. നമുക്ക് സങ്കടം വരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാർത്ഥന പൂർത്തിയാക്കുന്നില്ല. എനിക്ക് ഇത് കിട്ടണം, ഇത് കിട്ടണം, ഇത് കിട്ടണം, കിട്ടിയില്ല, സങ്കടമായി. എനിക്കിത് കിട്ടണം ഈശോയെ, പക്ഷെ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈശോയുടെ ഇഷ്ടം ഇതല്ല നിനക്ക് വേണ്ടത്, ഈ അപ്പുറത്തിരിക്കുന്നതാണെങ്കിൽ നമ്മൾ വീണ്ടും ആനന്ദത്തിലേക്ക് വരും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. കഷ്ട നഷ്ടമോർക്കും